ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾപ്പെടുന്ന അന്തൃപ്പ എന്ന് പേരുള്ള ഒരു സൂഫി ഗുരുവിനെ കുറിച്ചായിരുന്നു വീഡിയോ. അപ്പം അദ്ദേഹം, ഞാൻ പഠിക്കുന്ന വാടാൻ പള്ളിയിൽ പഠിക്കുന്ന ഒരു കാലത്ത് അദ്ദേഹം അവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ കാണാൻ പോയി. ഞാനങ്ങനെ ആ സദസ്സിൽ പോയി നിന്ന്, ആ സ്റ്റേജിൽ പോയി അന്തൃപ്പാപ്പയുടെ മുന്നിൽ പോയി നിന്നിട്ടും ആ ഉള്ളിലൊരു പുച്ഛം കലർന്ന ഒരു മാനസികാവസ്ഥയിലായതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞില്ല. അപ്പം അന്ന് അവിടെ മുഴുവൻ മണിക്കൂറുകളോളം അവിടെ നിന്നു. പക്ഷെ അള്ളാഹു എൻ്റെ കണ്ണിൽ അദ്ദേഹത്തിൻ്റെ ദർശനം ഉണ്ടാക്കി തന്നില്ല. പകരം അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ദർസിൽ വന്ന് മറ്റ് എൻ്റെ കൂടെയുള്ള കുട്ടികളുമായിട്ട് സംസാരിച്ചപ്പോഴാണ് പടച്ചോനെ ഞാൻ കണ്ടത് അന്തൃപ്പാപ്പനെ അല്ലല്ലോ, അള്ളാഹു എനിക്കത് കാണിച്ച് തന്നില്ലല്ലോ. അപ്പം ആ ഒരു സങ്കടമായിരുന്നു ഞാൻ ആ വീഡിയോയിൽ പങ്കുവച്ചത്. അൽഹംദുലില്ലാ, ആ ഒരു അന്തൃപ്പാപ്പയുടെ വീഡിയോ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് വിളിച്ചിട്ട് എൻ്റെ വീട്ടിൽ അന്തൃപ്പാപ്പ കുറേ നിന്നിട്ടുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ നിന്നിട്ടുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കണ്ട അനുഭവങ്ങളുള്ള ഒരു 100 കണക്കിന് ആളുകൾ മെസ്സേജായിട്ടും വിളിച്ചിട്ടും സന്തോഷങ്ങൾ പങ്കിട്ടിരുന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾപ്പെടുന്ന ഒരാളെ കാണാൻ പോയപ്പോൾ ആ അത്ഭുതമാണ് ഞാൻ പറയണത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ സംസാരം കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു കാഴ്ച കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം റൂമിൽ പോയിട്ട് ഒരു കവർ കൊണ്ടുവരാൻ. ആ കവർ തുറന്നിട്ട് പറയണത് അന്തൃപ്പാപ്പ ഉപയോഗിച്ച ഷാളാണ്, അന്തൃപ്പാപ്പയുടെ വസ്ത്രമാണ്. അങ്ങനെ അന്തൃപ്പാപ്പ ഉപയോഗിച്ച അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈറ്റും റെഡും കളർന്നൊരു ഷാള്, അദ്ദേഹത്തിൻ്റെ ഒരു പച്ച ഡ്രസ്സ്, ഇങ്ങനെ അന്തൃപ്പാപ്പ ഉപയോഗിച്ച വസ്ത്രങ്ങളൊക്കെ ആ ഒരു മഹാൻ്റെ അടുത്തുനിന്ന്, മറ്റൊരു മഹാൻ്റെ അടുത്തുനിന്ന് കാണാനുള്ളൊരു ഭാഗ്യം ലഭിച്ചപ്പോൾ നമ്മൾ ആ വീഡിയോ ചെയ്തത് എന്തുമാത്രം മദതുള്ളതായിരുന്നു, എന്തുമാത്രം നന്മയുള്ളതായിരുന്നു എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ദാനപ്പള്ളി അൽനൂർ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു കാലത്ത് അവിടെ ദർസിൽ നിൽക്കുമായിരുന്നു. ആ സമയത്താണ് അവിടെ അന്തൃപ്പാപ്പ വന്നത്. അന്തൃപ്പാപ്പ വന്ന സമയത്ത് അന്തൃപ്പാപ്പയുടെ മഹത്വം മറ്റൊന്നും അറിയാത്തൊരു സമയമാണ്. അപ്പോൾ അത് എല്ലാവരും കാണാൻ പോകുമ്പോൾ ഞാനും പോയി. അതിനപ്പുറം എനിക്കൊന്നും അറിഞ്ഞുകൂടാ. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലായത്. പക്ഷേ അത് നമ്മുടെ ഉള്ളിലൊരു പുച്ഛഭാവം ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ അൽഹംദുലില്ലാ, നമ്മൾ ആ വീഡിയോയിൽ നമ്മുടെ സന്തോഷങ്ങൾ പറഞ്ഞപ്പോൾ പടച്ചോൻ നൽകിയൊരു സമ്മാനം തന്നെയാണ് അത്. ആ ഒരു മഹാൻ അവർ എടുത്തു വെച്ചൊരു കവർ. കാരണം അദ്ദേഹത്തിനും ആ സമ്മാനങ്ങൾ പടുത്ത് ലഭിച്ചതാണ് അത്രയും. കാരണം അന്തൃപ്പാപ്പ ഉപയോഗിച്ച വസ്ത്രങ്ങൾ വേറെ ആരോ സമ്മാനിച്ചതാണ്. അയാളുടെ വീട്ടിൽ കുറെ കാലം താമസിച്ചിരുന്നു. അന്ന് അവിടെ ഉപേക്ഷിച്ചു പോയ വസ്ത്രങ്ങളാണ് വളരെ പവിത്രതയോടുകൂടി മടക്കി വെച്ചിട്ട് ഈ ഒരു സൂഫി ഗുരുവിന് സമ്മാനിച്ചത്. അപ്പോൾ അവിടെ നിന്ന് അത് നേരിൽ കാണാനൊരു ഭാഗ്യം അത് ലഭിച്ചു എന്നുള്ളത് അൽഹംദുലില്ലാ. നമ്മുടെ ലൈഫിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദാസന്മാരെ കാണാനും അവരെ അനുഗ്രഹങ്ങൾ വാങ്ങാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും നമുക്കൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനോളം വലിയ സുഹൃത്തം വേറെ ഇല്ല. ഒക്കെ കേൾക്കുമ്പോൾ പുച്ഛം തോന്നുന്ന ആളുകളും ഇതിലെന്താ അത്ര വലിയ പ്രത്യേകത തോന്നുന്ന ആളുകളും ഉണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരുപാട് അത്ഭുതങ്ങളുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. അള്ളാഹു നമുക്കൊക്കെ മഹാന്മാരെ കാണാനും സ്നേഹിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ.